everyone, good morning, good afternoon and good evening. എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 11th കെമിസ്ട്രി എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. ചാപ്റ്റർ വെയിറ്റേജ് ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എല്ലാവരും പഠിക്കായിരിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം എന്നൊന്നും അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നോക്കാം. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനാണ് കേട്ടോ. സോ സ്ട്രക്ചർ ഓഫ് ആറ്റം കുറച്ച് വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ആരും അത് മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് 11 മാർക്സ് ആണ് പോകുന്നത്. മോർ ദാൻ 10% ഓഫ് യുവർ മാർക്കും കിടക്കുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലാണ്. സോ ആരും അത് മിസ് ചെയ്തിട്ട് പോകരുത്. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മളെ കോൺടാക്ട് നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ആറ്റത്തിൻ്റെ ഡിസ്കവറി ആൻഡ് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അതൊക്കെ പഠിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പാടുള്ളൂ. ആൻഡ് പിന്നെ വരുന്നത് നമ്മളെ കെമിക്കൽ ബോണ്ടിങ്ങും ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ആൻഡ് കെമിക്കൽ ബോണ്ടിങ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കുറേ തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, വാലൻസ് ബോണ്ട് തിയറി, VSEPR തിയറി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കെമിക്കൽ ബോണ്ടിങ്ങും ഇക്വിലിബ്രിയവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ GOC, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. അതും വേറൊരു അടുത്ത വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. 9 മാർക്സ് കിട്ടുന്നത് ഹൈഡ്രോ കാർബൺസ് എന്നാണ് കേട്ടോ. സോ ടോട്ടൽ ഓർഗാനിക് കെമിസ്ട്രിന്ന് ഓൾമോസ്റ്റ് 20 മാർക്സ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി ടോപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ആൻഡ് ഇവിടെ ലെസ് വെയിറ്റേജ് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. സോ അതിൽ മോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അത് വിട്ടാൽ നിങ്ങൾക്ക് 6 മാർക്സ് പോവുള്ളൂ. പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാർക്സ് സ്കോർ ചെയ്യും. കൂടുതൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ചാപ്റ്റർ. ഓക്കെ, ആൻഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ടോപ്പിക്കായിരിക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ്. എല്ലാവർക്കും പഠിക്കാൻ ഈസി ആയിരിക്കും. ആൻഡ് അതിൽ നിങ്ങൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇതിൻ്റെയൊക്കെ കുറേ ഓർഡേഴ്സ് പറയുന്നുണ്ട് ഓരോന്നിൻ്റെ. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ എക്സാമിന് കയറുന്നതിന് മുന്നേ വരെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഡൗട്ട് ഒരിക്കലും ഉണ്ടാവരുത് എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ. ഓക്കെ, സോ അതൊക്കെ എല്ലാവരും എഴുതി പഠിക്കുക. ആൻഡ് ലെസ് വെയിറ്റേജ് വരുന്ന റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ആൻഡ് PYQs നിങ്ങൾ ചെയ്യുക. എല്ലാവരും പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ PYQs കൂടുതലായിട്ട് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് എന്നൊക്കെ എടുത്ത് PYQs ചെയ്യാൻ എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് ഒന്നും കൂടെ പഠിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുക. PYQs നമ്മൾ ഇടുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയിക്കുക. ആൻഡ് ഓക്കെ, സോ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉഷാറായി പോയി എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.